ലെബനനിലെ ഇസ്രായേൽ സൈനിക നടപടികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അതീവ രൂക്ഷമായ ഇടപെടൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു. ബെയ്റൂട്ടിന് നേരെ വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിന് പദ്ധതിയിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ ശകാരിക്കുകയും ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണം അതീവ സംഘർഷഭരിതമായിരുന്നുവെന്നും ലെബനനിലെ സൈനിക നീക്കങ്ങൾക്കെതിരെ ട്രംപ് അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചതെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ നേരിടുന്നതിന്റെ പേരിൽ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങൾ ഒന്നടങ്കം തകർക്കുന്ന ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളെ ട്രംപ് നിശിതമായി ചോദ്യം ചെയ്യുകയുണ്ടായി. നീ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം ഇസ്രായേൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഗോളതലത്തിൽ രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്നതിലേക്കും ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്നതിലേക്കുമാണ് നയിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകി. ഒരു ഹിസ്ബുള്ള കമാൻഡറെ മാത്രം ലക്ഷ്യമിട്ട് വലിയ കെട്ടിടങ്ങൾ തകർക്കുന്ന രീതി ആനുപാതികമായ ഒരു സൈനിക നടപടിയല്ലെന്ന് അഭിപ്രായപ്പെട്ട ട്രംപ് തന്റെ മുൻകാല സഹായങ്ങൾ എടുത്തു പറയാനും മറന്നില്ല. താൻ ഇല്ലായിരുന്നുവെങ്കിൽ നെതന്യാഹു വിചാരണ നേരിട്ട് ജയിലിൽ കിടക്കുമായിരുന്നുവെന്നും പല ഘട്ടങ്ങളിൽ താനാണ് അദ്ദേഹത്തെയും ഇസ്രായേലിനെയും രക്ഷിച്ചതെന്നും ഓർമ്മിപ്പിച്ച ട്രംപ് നിലവിലെ സാഹചര്യത്തിൽ കടുത്ത ഭാഷയിലുള്ള ശാസനയാണ് നെതന്യാഹുവിന് നൽകിയത്. ഹിസ്ബുള്ളയുടെ സുരക്ഷാ ഭീഷണികളെ താൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിക്കുന്ന അമിതമായ സൈനിക പ്രതികരണങ്ങളിൽ തനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ ഈ രൂക്ഷമായ വിമർശനങ്ങൾക്കും ശാസനകൾക്കും മുന്നിൽ കാര്യങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കാമെന്ന് നെതന്യാഹു ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ അതിശക്തമായ ഇടപെടലിനെ തുടർന്ന് ബെയ്റൂട്ട് ലക്ഷ്യമാക്കി വൻ സൈനിക നീക്കം നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ തന്ത്രം മാറ്റാൻ നിർബന്ധിതനായി എന്നതാണ് നിലവിലെ പ്രധാന വാർത്ത. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. ബീബിയുമായി താൻ നേരിട്ട് സംസാരിച്ചിരുന്നുവെന്നും ബെയ്റൂട്ടിൽ വലിയൊരു ആക്രമണത്തിന് മുതിരരുതെന്ന് താൻ കർശനമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം തന്റെ സൈന്യത്തെ പിൻവലിക്കുകയായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഈ സമ്മർദ്ദത്തിന് പിന്നാലെ ലെബനൻ അതിർത്തിയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു ഭാഗിക വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും ലെബനീസ് എംബസി വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്നുണ്ട്. ഇതനുസരിച്ച് ബെയ്റൂട്ടിലോ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള മറ്റു പ്രാന്തപ്രദേശങ്ങളിലോ ഇനി ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയപ്പോൾ പകരമായി ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാമെന്ന് ഹിസ്ബുള്ളയും സമ്മതിച്ചതായാണ് വിവരം. ട്രംപിന്റെ അപ്രതീക്ഷിതവും ദൃഢവുമായ ഈ ഇടപെടൽ മേഖലയിലെ സംഘർഷത്തിന് തൽക്കാലം അയവ് വരുത്തിയെങ്കിലും ഇതൊരു സ്ഥിരമായ സമാധാനത്തിലേക്കാണോ അതോ വെറും താൽക്കാലികമായ വെടിനിർത്തൽ മാത്രമാണോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരും. ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ നയതന്ത്ര നിലപാടുകൾ കർശനമാക്കിയത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച അമേരിക്കയുമായുള്ള നയതന്ത്ര ആശയവിനിമയങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചെങ്കിലും ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തികച്ചും വ്യത്യസ്തമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇറാനുമായുള്ള ചർച്ചകൾ തടസ്സമില്ലാതെ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെന്നും കാര്യങ്ങൾ അനുകൂലമായ ദിശയിലാണെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. എന്നിരുന്നാലും ട്രംപിന്റെ ഈ നയതന്ത്ര ഇടപെടലുകൾക്കെതിരെയും അവകാശവാദങ്ങൾക്കെതിരെയും ആഗോളതലത്തിൽ വിവിധ കോണുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ട്രംപിന്റെ ഈ ഇടപെടലുകൾ അനിവാര്യമാണെന്നും അത് ഗുണകരമായ ഫലങ്ങൾ നൽകുമെന്നും ഒരു വിഭാഗം വിലയിരുത്തുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ അവിശ്വസനീയമായാണ് നോക്കിക്കാണുന്നത്. ട്രംപിന്റെ ഇത്തരം ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള സ്വാധീനമായിരിക്കും ചെലുത്തുക എന്നതും ഇത് യഥാർത്ഥത്തിൽ സമാധാനത്തിലേക്കാണോ അതോ കൂടുതൽ സങ്കീർണമായൊരു പ്രതിസന്ധിയിലേക്കാണോ നയിക്കുക എന്നതും വരും കാലങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ട്രംപിന്റെ അവകാശവാദങ്ങളും അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം സഹറാനി നദി ലക്ഷ്യമാക്കി മുന്നേറുന്നത് തുടരുകയാണ്. കഴിഞ്ഞ 25 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കടന്നുകയറ്റമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. അതിർത്തികളിൽ ചെറിയ തോതിൽ ഷെല്ലാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ ഇടപെടലിന് ശേഷം വലിയൊരു യുദ്ധഭീതിയിൽ നിന്ന് തൽക്കാലം മേഖല രക്ഷപ്പെട്ടിരിക്കുകയാണ്. UN സുരക്ഷാ സമിതി അടക്കം വിവിധ രാജ്യങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾ പശ്ചിമേഷ്യൻ സമാധാനത്തിന് നിർണായകമാകും.